ഹായ്, എല്ലാവർക്കും മാൻ യുണൈറ്റഡ് സ്റ്റുഡിയോന്റെ അടുത്ത എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോ ഞാൻ ആരോടും സബ്സ്ക്രൈബ് ചെയ്യാനോ ലൈക്ക് ചെയ്യാനോ ഒന്നും പറയുന്നില്ല. കാരണം ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഏതെങ്കിലും ഒരു വ്യക്തിയിലേക്ക് എങ്കിലും മനസ്സിലാകും എന്നുള്ളൊരു ഉദ്ദേശത്തോടുകൂടി മാത്രമാണ് ഇന്നത്തെ ഈ വീഡിയോ ചെയ്യുന്നത്. ഒട്ടും പ്ലാൻഡ് അല്ല, ഒന്നും റെഫർ ചെയ്തിട്ടോ അല്ലെങ്കിൽ ഹോംവർക്ക് ചെയ്തിട്ടോ ഒന്നും ചെയ്യുന്നൊരു വീഡിയോ അല്ല. ഒരുപാട് ചിലപ്പോൾ വലിച്ചിലുകൾ ഉണ്ടാവാം, ലെങ്ത് കൂടി പോയിട്ടുണ്ടാവാം. പക്ഷെ ഇന്ന് ഞാൻ സംസാരിക്കുന്ന കാര്യം ഒരൊറ്റ വ്യക്തിയെ കുറിച്ചാണ്. അതെ, ഇന്നലത്തെ പോർച്ചുഗൽ മാച്ചും അതിനുശേഷം ഇപ്പോൾ ഇതുവരെ ഇന്ന് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന ഈ സമയം വരെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടാണ്. നമുക്കറിയാം, ഇന്നലത്തെ പോർച്ചുഗൽ മാച്ച് ആ ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര അധികം ഡിസപ്പോയിൻറ്റിങ് ആയിട്ടുള്ളൊരു മാച്ചായിരുന്നു. വേറെ ഒന്നും കൊണ്ടല്ല, മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ചുവന്ന ചെകുത്താൻ ലെഗസിയിലെ കളിക്കുന്ന അവസാന വേൾഡ് കപ്പാണ്. അതെ, നമ്മുടെ അലക്സ് ഫെർഗ്യൂസൺ ഇറയിലെ ലെജൻഡിലെ അവസാന പ്ലെയർ കളിക്കുന്ന അവസാനത്തെ വേൾഡ് കപ്പാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ക്രിസ്ത്യാനോ റൊണാൾഡോ. അതെ, ഇന്നലത്തെ മാച്ചിൽ നമ്മളെല്ലാവരും അറിയാവുന്ന പോലെ പുള്ളിക്കാരൻ്റെ പെർഫോമൻസ് ഭയങ്കര അധികം ഡൗൺ ആയിരുന്നു. ആള് പ്രതീക്ഷിച്ച പോലെ ഗോൾ സ്കോറും ചെയ്തില്ല. ഇതിനു മുമ്പത്തെ മാച്ചിൽ ലയണൽ മെസ്സി ഹാട്രിക് അടിക്കുന്നു, ഹാളൻഡ് ഡബിൾ ഗോൾ അടിക്കുന്നു, ഹാരി കെയ്ൻ ഡബിൾ ഗോൾ അടിക്കുന്നു. എല്ലാവരും റൊണാൾഡോയിൽ പ്രതീക്ഷ വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം റൊണാൾഡോയും വീണ്ടും ഗോൾ സ്കോർ ചെയ്യും എന്നുള്ളൊരു ഭയങ്കര അധികം ആത്മവിശ്വാസം എല്ലാവർക്കും ഉണ്ടായിരുന്നു. അതേപോലെ ഒരു ചെറിയ ടീമിൻ്റെ ഒപ്പമായിരുന്നു ഇന്നലത്തെ മാച്ച്. പക്ഷെ എന്തുകൊണ്ടോ പുള്ളിക്കാരൻ ഇന്നലെ ഗോൾ സ്കോർ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ ആളുടെ പെർഫോമൻസ് ഭയങ്കര ഡൗൺ ആയിരുന്നു. പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ആൾക്ക് 41 വയസ്സ് പ്രായമുണ്ട് ഇപ്പൊ ഈ വേൾഡ് കപ്പ് കളിക്കുന്ന ഈ ടൈമിൽ. 2022 മൊറോക്കോയോടൊപ്പം ആ പരാജയത്തിന് ശേഷം ഡഗൗട്ടിലേക്ക് പോകുന്ന റൊണാൾഡോയുടെ ചിത്രം നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ്. എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ പിന്നെ ഞാൻ വിചാരിച്ചത് അതോടുകൂടി തീർന്നു, ഇനിയൊരു തിരിച്ചുവരവില്ല. കാരണം യൂറോപ്യൻ ക്ലബ്ബുകളിൽ നിന്ന് ആള് ഔട്ടായിട്ടുള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നു. നമ്മുടെ യുണൈറ്റഡിന്റെ മാനേജ്മെന്റ് ആളെ പുറത്താക്കിയിട്ടുള്ളൊരു ടൈമായിരുന്നു 2022 വേൾഡ് കപ്പിന്റെ ടൈം. അതിനുശേഷം ആൾക്ക് 2022 വേൾഡ് കപ്പ് മികച്ച രീതിയിലൊന്നും പെർഫോമൻസ് ചെയ്യാൻ സാധിച്ചില്ല. ആള് ബെഞ്ചിലിരുത്തി, ഒരുപാട് വിവാദങ്ങളുണ്ടായി. അവസാനം മൊറോക്കോയോട് തോറ്റു, ആള് പുറത്തായി. ടീമിലാരും ആളെ ഒന്ന് സമാധാനിപ്പിക്കാൻ പോലും വരാത്ത രീതിയിൽ ആൾ ഒറ്റയ്ക്ക് നടന്നു പോകുന്നൊരു ചിത്രം നമ്മളൊക്കെ കണ്ടതാണ്. അതിനെ ഒരുപാട് പേര് പരിഹസിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് പേര് എഴുതി തള്ളിയതാണ്, ഇനി റൊണാൾഡോയ്ക്ക് ഇനിയൊരു വേൾഡ് കപ്പിലേക്കുള്ള ഒരു എൻട്രി അസാധ്യമാണ് എന്ന് വരെ. ഞാൻ വരെ പേഴ്സണലി എനിക്ക് വരെ തോന്നിയിട്ടുള്ള ഒരു കാര്യമായിരുന്നു, ഇനി മേ ബി റൊണാൾഡോ ഇനിയൊരു വേൾഡ് കപ്പിലേക്ക് ഉള്ള സാധ്യത വളരെയധികം കുറവാണ്. കാരണം ആൾക്കൊരു യൂറോപ്യൻ ടീമിൽ ഇല്ല. ഇനിയിപ്പോൾ ആളെ എവിടെ കളിക്കും? ഇനി ഒരു 4 കൊല്ലം ഇത്രയും മികച്ച ഒരു സ്കോഡുമായിട്ട് വരാൻ പോകുന്ന പോർച്ചുഗൽ, അതായത് യങ് ടാലന്റേഴ്സ് എല്ലാം ഉയർന്നു വരുന്ന ഒരു ടീമിലേക്ക് ഇനിയും ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് ഒരു ചാൻസ് കിട്ടുമോ എന്ന് വരെ ചിന്തിക്കുന്ന ഒരു ടൈമായിരുന്നു അത്. പക്ഷേ ആള് സൗദിയിൽ പോയിട്ട് ഹാർഡ് വർക്ക്, ഒറ്റ കാരണം കൊണ്ട്, ഹാർഡ് വർക്ക് കൊണ്ട് മാത്രം ഇപ്പോഴും കളിക്കുന്ന ഒരൊറ്റ പ്ലെയറാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. ഇന്നലത്തെ മത്സരത്തിൽ ആൾക്ക് ഗോൾ സ്കോർ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതിനുശേഷം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു അറ്റാക്ക് ഉണ്ട്. അത് സാധാരണക്കാരായ ജനങ്ങളിൽ നിന്ന് മാത്രമല്ല, നമ്മൾ വരെ വിശേഷിക്കുന്ന ഫുട്ബോൾ ലെജൻസിന്ന് വരെ ആ പരിഹാസം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്തിനായിരിക്കും ഇങ്ങനെ ഒരു വ്യക്തിയെ പരിഹസിച്ചു പോകുന്നത്? നമുക്കറിയാം, ഒരുപാട് ലെജൻസ് അവരുടെ അവസാന ടൈമിലെ വേൾഡ് കപ്പ് കളിക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. നമ്മളത് ആഘോഷിച്ചിട്ടുണ്ട്, അവരുടെ ആ ലാസ്റ്റ് ടൈം ആഘോഷിച്ചിട്ടുണ്ട്. അത് ഏത് ടീം ആയിക്കോട്ടെ, ഏത് രാജ്യത്തിൻ്റെ ഏത് പ്ലെയർ ആയിക്കോട്ടെ, അയാളുടെ ലെഗസി അംഗീകരിച്ചുകൊണ്ട് അയാളുടെ അവസാന വേൾഡ് കപ്പിൽ, അതിൻ്റെ അവസാന ടൈമുകളിൽ നമ്മൾ ആ ലെഗസി അംഗീകരിച്ചുകൊണ്ട് എല്ലാ ഫാൻ ഫൈറ്റും മറന്നുകൊണ്ട് ആ പ്ലെയറുടെ മത്സരങ്ങൾ നമ്മൾ കാണാറുണ്ട്. അയാൾ ഒരു ഗോളെങ്കിലും ഒരു ഗോൾ അടിക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം ഉണ്ടായിരുന്നു. സിന്നദിൻ സിദ്ധാന്റെ 2006 വേൾഡ് കപ്പ്, 2006 നടന്ന ഒരുപാട് ലെജൻസ്
നമുക്ക് ലാസ്റ്റ് വേൾഡ് കപ്പ് നടന്നത് 2006 അതിനുശേഷം ഒരുപാട് ലെജൻസ് പടിയിറങ്ങുന്ന ഒരു വേൾഡ് കപ്പ് ഇപ്പോൾ നടക്കുന്നത് 2026 ലയണൽ മെസ്സി, നെയ്മർ, ക്രിസ്ത്യാനോ റൊണാൾഡോ, മോഡ്രിച്ച് അങ്ങനെ തുടങ്ങി ഒരുപാട് പ്ലെയേഴ്സ് പടിയിറങ്ങാൻ പോകുന്ന ഒരു വേൾഡ് കപ്പാണ് 2026. പക്ഷെ നമ്മളിപ്പോഴും ആ ഫാൻ ഫൈറ്റിലേക്ക് അല്ലെങ്കിൽ ആ ഫാൻ ഫൈറ്റിൽ തന്നെ നിന്ന് പോവുകയാണ്. ഫാൻ ഫൈറ്റ് ഒക്കെ നല്ലതാണ്, വളരെ നല്ല കാര്യമാണ്. ഫാൻ ഫൈറ്റ് ഒക്കെ വേണം, എന്നാലാണ് വേൾഡ് കപ്പിനായാലും ആവേശം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ആ വേൾഡ് കപ്പിന്റെ ഒരു എനർജി ഇരിക്കുന്നത് മുഴുവൻ ആ ഫാൻസിലും ഫാൻ ഫൈറ്റിലും ഒക്കെ തന്നെയാണ്. നമുക്ക് പോർച്ചുഗൽ തോക്കുമ്പോൾ ആഘോഷിക്കാം, അല്ലെങ്കിൽ പോർച്ചുഗൽ റെഡി ഗോൾ സ്കോർ ചെയ്തില്ലെങ്കിൽ നമുക്ക് ആഘോഷിക്കാം. എതിർ ടീമുകൾക്കോ അല്ലെങ്കിൽ ഓപ്പോണന്റ് ആയിട്ടുള്ള ഫാൻസുകൾക്ക് എല്ലാവർക്കും ആഘോഷിക്കാം, അതിനൊന്നും ഒരു തർക്കമില്ല. നമ്മൾ ആഘോഷിക്കണം, കാരണം അതങ്ങനെയാണ്. നമ്മളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു ടീം ഡൗൺ ആയി പോകുമ്പോൾ നമുക്കാണ് ഏറ്റവും കൂടുതൽ സന്തോഷം. പക്ഷെ ഇവിടെ പോർച്ചുഗൽ തോൽക്കുന്നതിനേക്കാൾ കൂടുതൽ റൊണാൾഡോ തോൽക്കുന്നത് ആണ് ആഘോഷം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുമ്പോഴാണ് കുറച്ചൊക്കെ വിഷമം തോന്നുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോ ചെയ്യാമെന്ന് തന്നെ വിചാരിച്ചിട്ടുള്ളത്. കാരണം ഒരു വ്യക്തി മാത്രം തോൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പറ്റം ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്, അല്ലെങ്കിൽ അത് ഫുട്ബോൾ ഫാൻസിൽ തന്നെയുണ്ട് എന്ന് പറയുന്നത് വളരെയധികം വേദന നൽകുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഫുട്ബോളിനെ സംബന്ധിച്ചിടത്തോളം ഒരു മത്സരം 90 മിനിറ്റ് അവസാനിച്ചു, ജയം അല്ലെങ്കിൽ ഒരു ടീം ജയം അല്ലെങ്കിൽ ഒരു ടീമിൽ തോൽവി, അല്ലെങ്കിൽ ആ ടീമിനെ മൊത്തം പഴിചാരും, അല്ലെങ്കിൽ ആ ടീമിന്റെ മാനേജേഴ്സിനെ പഴിചാരും. ഇന്നലത്തെ മത്സരത്തിൽ റൊണാൾഡോ മാത്രമായിരുന്നോ ആ ടീമിന്റെ ഒരു നെഗറ്റീവ്? ഇന്നലത്തെ മത്സരം മുഴുവൻ കണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. എന്നെ സംബന്ധിച്ചിടത്തോളം റൊണാൾഡോ മാത്രമായിരുന്നില്ല ഇന്നലത്തെ ടീമിന്റെ നെഗറ്റീവ്. പക്ഷേ നമ്മുടെ സമൂഹ മാധ്യമങ്ങൾ, നമ്മുടെ ഫുട്ബോൾ ലെജൻഡ്സ്, നമ്മുടെ ഫുട്ബോൾ പണ്ഡിറ്റ്സ്, ഇവർക്കെല്ലാവർക്കും ക്രിസ്ത്യാനോ റൊണാൾഡോ മാത്രമായിരുന്നു ഇന്നലത്തെ പ്രോബ്ലം. അവിടെയാണ് എനിക്കൊരു വിയോജിപ്പുള്ളത്. കാരണം ആൾക്ക് 41 വയസ്സായി, ആളുടെ അവസാന വേൾഡ് കപ്പാണ്, അവസാന ടൈമാണ്. ഈ ഒരു അവസ്ഥയിൽ ആളെ സപ്പോർട്ട് ചെയ്യണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ടീമിനെ സപ്പോർട്ട് ചെയ്യാം, നിങ്ങൾക്ക് നിങ്ങളുടെ താരങ്ങളെ സപ്പോർട്ട് ചെയ്യാം. അതിൽ ബ്രസീൽ ഫാൻസ് ഉണ്ടാവും, അർജന്റീന ഫാൻസ് ഉണ്ടാവും, ജർമ്മൻ ഫാൻസ് ഉണ്ടാവും, ഇംഗ്ലണ്ട് ഫാൻസ് ഉണ്ടാവും, ഒരുപാട് ഫാൻസ് ഉണ്ടാവും. നിങ്ങൾക്ക് നിങ്ങളുടെ ടീമുകളെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല, അല്ലെങ്കിൽ അതിനൊന്നും ഒരു തർക്കവുമില്ല. പക്ഷെ നമ്മൾ ഒരിക്കലും ഒരു പ്ലെയറിലെ അയാളുടെ അവസാന ടൈമിൽ, അയാളുടെ 41 വയസ്സിൽ അയാൾ ഒരു ലക്ഷ്യത്തിലേക്ക് വേണ്ടി ഇറങ്ങുമ്പോൾ ഇങ്ങനെ തരം താത്തി അല്ലെങ്കിൽ ഇങ്ങനെ ഡിസ്റെസ്പെക്ട് ചെയ്ത് വിടേണ്ട എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്നുള്ളൊരു കാര്യത്തിനെ കുറിച്ച് മാത്രമാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിച്ചത്. കാരണം ഇപ്പോൾ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ഫുട്ബോൾ സൈഡിൽ നിന്ന് വരുന്ന വാർത്തകളും ന്യൂസുകളും ഒക്കെ ഒരു വ്യക്തിയെ മാത്രം അധിക്ഷേപിച്ചുകൊണ്ട് ഉള്ളതാണ്. നമ്മൾക്കറിയാം, റൂണി നമ്മുടെ ലെജൻഡാണ്, മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ലെജൻഡ് തന്നെയാണ് വെയിൻ റൂണി എന്ന് പറയുന്നത്. വെയിൻ റൂണി ഇന്നൊരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടുണ്ടായിരുന്നു റൊണാൾഡോനെ കുറിച്ച്. എനിക്ക് ആ സ്റ്റേറ്റ്മെന്റ് കണ്ടപ്പോൾ ആകെ തോന്നിയിട്ടുള്ളത്, വെയിൻ റൂണി 3 വേൾഡ് കപ്പ് കളിച്ചിട്ടുണ്ട് ഇംഗ്ലണ്ടിന് വേണ്ടിയിട്ട്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ലെജൻഡാണ്, മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ ഗോളുകൾ അടിച്ചു കൂട്ടുന്ന ആളാണ് വെയിൻ റൂണി. പക്ഷേ 2006, 2010, 2014 3 വേൾഡ് കപ്പ് കളിച്ചിട്ടുള്ള വെയിൻ റൂണി ആകെ സ്കോർ ചെയ്തിട്ടുള്ള ഒരൊറ്റ ഗോള് മാത്രമാണ്. പക്ഷേ റൂണി ലെജൻഡാണ്, ഇംഗ്ലണ്ടിന്റെയും ലെജൻഡാണ്, അതിലൊരു തർക്കമില്ല. റൂണിനെ ആരും ഇതേപോലെ വ്യക്തിഹത്യ ചെയ്യുകയോ അല്ലെങ്കിൽ ഇതേപോലെ ഹരാസ് ചെയ്യുകയോ ഒരു ഫുട്ബോൾ ലെജൻസോ ഒരു ഫുട്ബോൾ പണ്ഡിറ്റ്സോ ഒന്നും അദ്ദേഹത്തിനെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന്റെ അവസാന വേൾഡ് കപ്പിൽ അദ്ദേഹത്തിന്റെ അവസാന ഗോള് വരെ ഏറ്റവും നല്ല രീതിയിൽ എല്ലാവരും സെലിബ്രേറ്റ് ചെയ്തതാണ്. അദ്ദേഹത്തിന്റെ അവസാന ഗോൾ തന്നെയാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഗോൾ. അതുപോലെ ഒരുപാട് പേർ ക്ലബില് ഒരുപാട് വിസ്മയങ്ങൾ തീർത്തു, പക്ഷെ വേൾഡ് കപ്പിലേക്ക് എത്തുമ്പോൾ ചില സമയങ്ങളിൽ ഡ്രോപ്പായി പോവാറുണ്ട്, ഡൗൺ ആയി പോവാറുണ്ട്. നമുക്കൊക്കെ അറിയാം, നമ്മുടെ എല്ലാവരും ലെജൻഡ് ആയിരുന്ന ഡേവിഡ് ബെക്കാം എത്ര ഗോളുകൾ നേടിയിട്ടുണ്ട് വേൾഡ് കപ്പിൽ? കുറവാണ്. ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത്, ലയണൽ മെസ്സി ആയാലും നെയ്മർ ആയാലും
റൊണാൾഡോ ആയാലും മോഡ്രിച്ച് ആയാലും ഇപ്പോൾ മാനുവൽ ന്യൂയർ ആയാലും ആരായാലും അവരൊക്കെ ഫുട്ബോളിന് അവരുടേതായ കോൺട്രിബ്യൂഷൻസ് നൽകി കഴിഞ്ഞു. ഇത് അവരുടെ ഏറ്റവും അവസാന ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് ലാസ്റ്റ് ഡാൻസ്. അതന്നെ ലാസ്റ്റ് ഡാൻസ്. ഈ ലാസ്റ്റ് ഡാൻസ് നമ്മളത് ആസ്വദിക്കുക മാത്രമാണ് ചെയ്യേണ്ടത്. അതിൽ വിമർശനങ്ങൾ വരുത്തുക, അതിൽ കുറ്റങ്ങൾ കണ്ടുപിടിക്കുക, അതിൽ പോരായ്മകൾ കണ്ടുപിടിക്കുക എന്നൊക്കെ പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഡിസപ്പോയിൻമെന്റ് നൽകിയിട്ടുള്ള ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ ഈ ന്യൂസ് വന്ന സാഹചര്യത്തിൽ. കാരണം ഒരുപാട് പേര് ഒരു അനാവശ്യമായ ഒരു ഹെയ്റ്റിന്റെ പുറത്തെ, അല്ലെങ്കിൽ എൻ്റെ ഒരു ഇഷ്ടതാരം ഓപ്പോസിറ്റ് കളിക്കുന്നു, അല്ലെങ്കിൽ ആ വ്യക്തി ഓപ്പോസിറ്റ് കളിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരൊറ്റ കാരണത്തിൽ ഒരു വ്യക്തിയെ അയാളുടെ കയ്യിൽ നിന്ന് പന്ത് പോകുമ്പോൾ ആഹ്ലാദിക്കുന്നു, കൂക്കി വിളിക്കുന്നു, കളിയാക്കുന്നു, ഡിസ്റെസ്പെക്റ്റ് ചെയ്യുന്നു, അയാളുടെ ഇത്രയും നാളത്തെ അയാളുടെ ലെഗസിയെ ഒന്നും അല്ലാതാക്കി തീർക്കുന്നു. അത് ഫുട്ബോളിനെ സംബന്ധിച്ചിടത്തോളം, ഫുട്ബോളിനെ സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ ഫുട്ബോള് കാണുന്ന, അല്ലെങ്കിൽ ആ സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഏറ്റെടുക്കുന്ന ഏതൊരാൾക്കും വളരെയധികം വിഷമം നൽകുന്നൊരു കാര്യമാണ്. ഞാനൊരു യുണൈറ്റഡ് ഫാനാണ്, ഞാനൊരു റൊണാൾഡോ ഫാനാണ്, ഞാനൊരു പോർച്ചുഗൽ ഫാൻ അല്ല. ഞാൻ എൻ്റെ ജേഴ്സി കണ്ടറിയാം ഞാൻ ഏത് ടീമിനെ സപ്പോർട്ട് ചെയ്യുന്ന ഫാനാണ്. ഞാൻ ആ ടീമിനെ കുറിച്ച് പോലും ഇവിടെ ഒരൊറ്റ വീഡിയോ പോലും ചെയ്തിട്ടില്ല. കാരണം വേറെ ഒന്നുമില്ല, അതില് ഇത് യുണൈറ്റഡിന്റെ ചാനലാണ്, അതുകൊണ്ട് തന്നെയാണ് ചെയ്യാതിരുന്നത്. പക്ഷേ ഇന്ന് റൊണാൾഡോയെ കുറിച്ച് പറയണം എന്നുള്ളത്, യുണൈറ്റഡിന്റെ ചാനലിൽ പറയണം എന്നുള്ളത് നമ്മളൊക്കെ സംബന്ധിച്ചിടത്തോളം, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ യുണൈറ്റഡ് ഫാൻ ആയത് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ കളി കണ്ടിട്ട് തന്നെയാണ്. 2007 ഞാൻ ആദ്യമായിട്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഒരു മാച്ച് കണ്ടത്. അത് റൊണാൾഡോയുടെ ഒരു പത്ര കട്ടിങ്സിൽ ഏതൊരു മാച്ചിലുള്ള ആളുടെ ഒരു ഫോട്ടോയും അതിൻ്റെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽസിൽ നിന്നാണ് ഞാൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്ന ക്ലബ്ബ്, അതൊരു മാച്ച് കാണാൻ തന്നെ ഇഷ്ടത്തോടു കൂടി പോയി കണ്ടത്. ആദ്യമായിട്ടൊരു ജേഴ്സി വാങ്ങിച്ചത് തന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പേരുള്ള ജേഴ്സിയാണ് യുണൈറ്റഡിന്റെ. എന്നെ സംബന്ധിച്ചിടത്തോളം 2022 വരെ ഞാനും ഈ പറഞ്ഞ പോലെ ഫാൻ ഫൈറ്റിലും എല്ലാ കാര്യങ്ങളിലും ഉണ്ടായിരുന്നു. ഒരാൾ ഗോൾ അടിച്ചില്ലെങ്കിൽ കളിയാക്കുക, ഈ വക കാര്യങ്ങളൊക്കെ ഞാനും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ മനസ്സിലായി, യെസ് കഴിഞ്ഞു, ഇനി ഇവരുടെ മാച്ചുകൾ ഒരിക്കലും, അല്ലെങ്കിൽ ഇവരെ ഇനി ഒരിക്കലും ലൈവില് ഉള്ള ഒരു മാച്ച് പെർഫോമൻസ് കാണുന്ന ടൈം കുറഞ്ഞു തുടങ്ങി. അല്ലെങ്കിൽ നമുക്കിനി കാണാൻ സാധിക്കുക വല്ല ലെജൻസ് ആയിട്ട് നടക്കുന്ന വല്ല മാച്ചസിലോ ഫ്രണ്ട്ലി മാച്ചസിലോ മാത്രം ഒതുങ്ങിപ്പോകും. ആ ഒരു സിറ്റുവേഷനിലാണ് എനിക്ക് റിയലൈസ് ചെയ്തത് എന്തിനാണ് ഈ ഫാൻ ഫൈറ്റ്. നമുക്ക് ആ ടൈം കഴിഞ്ഞു, അല്ലെങ്കിൽ അവരുടെ പ്രൈം ടൈമിലാണ് ആ ഫാൻ ഫൈറ്റ് നടന്നത്. അവരുടെ പ്രൈം ടൈമിൽ ആ ഫാൻ ഫൈറ്റില് അതായത് ലയണൽ മെസ്സി ആയാലും ക്രിസ്ത്യാനോ റൊണാൾഡോ രണ്ടുപേരുടെയും കോൺട്രിബ്യൂഷൻസ് സംശയമില്ലാത്ത രീതിയിൽ തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. 2010 പോർച്ചുഗൽ ടീമിലെ 5 പേരുടെ പേര് പറയാൻ പറഞ്ഞാൽ കണ്ണു തള്ളിയിരിക്കുന്ന ഒരുപാട് പേരെ എനിക്കറിയാം. ഇപ്പോൾ നമുക്ക് അറിയാം, ഫിഗോ ഉണ്ടായിരുന്നു, ഒരു ഫിഗോയുടെ പേര് പറയും, അല്ലെങ്കിൽ വേറെ ഒരു പ്ലെയറുടെ പേര് പറയും, പെപ്പയുടെ പേര് പറയും, നാനിയുടെ പേര് പറയും, അല്ലാതെ എത്ര പ്ലെയേഴ്സിന്റെ പേര് പറയും. 2014 2018 ഇത് തന്നെയായിരുന്നു അവസ്ഥ. റൊണാൾഡോയ്ക്ക് ശേഷം പോർച്ചുഗൽ എത്ര വേൾഡ് കപ്പ് ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ റൊണാൾഡോയ്ക്ക് മുമ്പ് പോർച്ചുഗൽ എത്ര വേൾഡ് കപ്പിൽ ക്വാളിഫൈ ചെയ്തു, റൊണാൾഡോയ്ക്ക് ശേഷം പോർച്ചുഗൽ എത്ര വേൾഡ് കപ്പിൽ ക്വാളിഫൈ ചെയ്തു. ഇനി അതായിരിക്കും അടുത്ത ഒരു കാലഘട്ടം ചർച്ച ചെയ്യാൻ പോകുന്ന കാര്യം. ഇന്നാണ്, അല്ലെങ്കിൽ 2022 ഈ ടൈം തൊട്ടാണ് പോർച്ചുഗലിന്റെ മറ്റു പ്ലേയേഴ്സിൽ പേര് വരെ അനലൈസ് ചെയ്ത്, അല്ലെങ്കിൽ ഓരോ പൊസിഷനിലും കളിക്കുന്ന പ്ലേയേഴ്സിനെ വരെ പേര് വരെ ഉയർന്നു വന്നിട്ടുള്ളത്. ഈ 2022 2026 ഈ ഒരു ടൈമിലാണ് പോർച്ചുഗലിന്റെ പ്രൈം ടീം എന്ന് പറയുന്ന ഒരു ടീം ഉണ്ടായത്. അതിനു മുമ്പ് റൊണാൾഡോയും 10 പേരും എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ പ്രമുഖ ന്യൂസ് ചാനലുകൾ വരെ ന്യൂസ് റിപ്പോർട്ട് ചെയ്യാറുള്ളത് റൊണാൾഡോയ്ക്ക് ചുറ്റും കറങ്ങുന്ന ഗ്രഹങ്ങൾ എന്ന് മാത്രമായിരുന്നു. അതിന് കാരണം വേറെ ഒന്നുമല്ല, അയാൾ ഉയർത്തിക്കൊണ്ടുവന്ന ഒരു ടീമാണ് പോർച്ചുഗൽ. സംശയമില്ലാതെ പറയാം, അയാൾ ഉയർത്തിക്കൊണ്ടുവന്ന ടീം തന്നെയാണ് പോർച്ചുഗൽ.
അതുപോലെ തന്നെ ഒരു കാലഘട്ടത്തിൽ ഡൗൺ ആയി പോയ അർജന്റീനയെ ഉയർത്തിക്കൊണ്ടുവന്ന ഒരു പ്ലെയർ തന്നെയാണ് ലയണൽ മെസ്സി. ഒരു സംശയവുമില്ല. ഇവരുടെ ഒന്നും ലെഗസിക്ക് ഒരു സംശയവുമില്ല. ഇവരുടെ ഒന്നും പെർഫോമൻസിന് അല്ലെങ്കിൽ ഇവർ തന്ന എന്റർടൈൻമെന്റുകൾക്ക് കണക്കില്ല. എന്നിട്ടും ഇന്നും എന്തിനാണ് ആ വ്യക്തിയോട് ഇത്രയധികം ഹെയ്റ്റ് വെച്ച് പുലർത്തുന്നത് എന്ന് മാത്രമാണ് ചോദിക്കാറ്. ഫുട്ബോളാണ്. ഇനി 1, 2, 3, 4 മത്സരങ്ങൾ അത്രയേ ഉള്ളൂ. അതിനുശേഷം ഇവരൊക്കെ നമ്മളിൽ നിന്നും, വേൾഡ് കപ്പിൽ നിന്നും, ചിലപ്പോൾ ഫുട്ബോളിൽ നിന്ന് വരെ പുറത്തു പോകും. നമുക്കൊക്കെ പിന്നെ ലാസ്റ്റ് ഹൈലൈറ്റ്സും അല്ലെങ്കിൽ പഴയ ഞാനിതാ ഇന്ന കളി കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് പുതിയ പിള്ളേരോട് വീരവാദം അടിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. അവസാന സമയമാണ്. അപ്പോ എനിക്ക് ഇത്രയേ പറയാനുള്ളൂ. ഇവരുടെ മാച്ചുകൾ നമുക്ക് മാക്സിമം കാണുക, എൻജോയ് ചെയ്യുക, വിമർശിക്കാം. അതിനൊരു പരിധിയുണ്ട്. അല്ലാതെ ഒരു മനുഷ്യനെ ഇങ്ങനെ അധപ്പതനം പോലെ അല്ലെങ്കിൽ അധപ്പതനമാക്കി വിമർശിക്കരുത്. ഞാൻ ഒട്ടും പ്രാക്ടീസ് ചെയ്തിട്ടില്ല ഈ വീഡിയോ, അല്ലെങ്കിൽ ഒട്ടും ഹോംവർക്ക് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ മിസ്സായിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഭയങ്കര അധികം വിഷമത്തോടു കൂടി ആണ് ഇന്നത്തെ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. കാരണം ഒരു വ്യക്തിയോട് മാത്രം ഇത്ര അധികം വെറുപ്പ് സൂക്ഷിക്കുന്ന ഒരു ഫുട്ബോൾ ഫാൻസ് അല്ലെങ്കിൽ ഫുട്ബോൾ ലോകത്ത് ഞാൻ ഇതുവരെ ഇങ്ങനെ കണ്ടിട്ടില്ല. അല്ലെങ്കിൽ അയാളുടെ ഏജിനെ റെസ്പെക്ട് ചെയ്യാത്ത, അയാളുടെ ഇത്രയും നാളത്തെ പെർഫോമൻസുകളെ റെസ്പെക്ട് ചെയ്യാത്ത, അയാളുടെ ഇത്രയും നാളത്തെ റെക്കോർഡുകളെ റെസ്പെക്ട് ചെയ്യാത്ത ഒരു വിഭാഗം ആൾക്കാർ. ഇപ്പൊ നിങ്ങൾക്ക് ഞാൻ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇനിയും അയാളെ വിമർശിക്കാൻ വേണ്ടി ഫോൺ എടുത്ത് ഒരു ടെക്സ്റ്റ് ചെയ്യുന്ന ആരെങ്കിലും അത് ഒഴിവാക്കുന്നുണ്ടെങ്കിൽ അത് മാത്രമാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും അടുത്തൊരു എപ്പിസോഡിൽ കാണാം.